അവൾ നിൽക്കുന്ന സ്ഥലത്തിനൊരു പേരുണ്ട്. എന്താ സ്ഥലത്തിൻ്റെ പേര്? ശവക്കല്ലറ, ശവക്കോട്ട. പ്രൈസലോ. എന്താ ഈ ശവക്കോട്ട എന്ന് പറയുമ്പോൾ പ്രത്യേകത? പകൽ പോലും പോകാൻ ആൾക്കാർ മടിക്കുന്നൊരു സ്ഥലം. പറ, പകൽ പോലും പോകാൻ ആൾക്കാർ മടിക്കുക. അപ്പൊ രാത്രിയിൽ പോകാൻ പറഞ്ഞാൽ ആര് തയ്യാറാകും? പത്രോസ് യോഹന്നാൻ പോലും അവിടെ ഉച്ചരിക്കാൻ ഇഷ്ടപ്പെട്ടില്ല. അപ്പൊ രാത്രിയിൽ ഒരു ശവക്കോട്ടയിൽ പോകാൻ പറഞ്ഞാൽ നമ്മൾ എത്ര പേർ തയ്യാറാകും? ഒറ്റയ്ക്ക് ഒന്ന് പോയി വരാമോ? ഒറ്റയ്ക്കൊന്ന് പോയി വരാമോ? അപ്പോൾ നമ്മൾ സെക്രട്ടറി ആണെങ്കിൽ ട്രഷററെ വിളിക്കും, ട്രഷറാണെങ്കിൽ കമ്മിറ്റി മെമ്പറെ വിളിക്കും. എവിടെ പോകാനാ? ശവക്കോട്ടയിൽ പോകാൻ. ഒറ്റയ്ക്കൊന്നും പോകാൻ പറ്റത്തില്ല. പകലിൽ പോട്ടെ, രാത്രിയിൽ പുരുഷന്മാർ പോലും ഒറ്റയ്ക്ക് പോകാൻ മടിക്കുന്ന സ്ഥലമാ ശവക്കോട്ട. ഇവിടെ രാത്രിയിൽ ഒറ്റയ്ക്ക് നിൽക്കുന്നവളുടെ പേരാ മഗ്ദല മറിയ. അവളുടെ ജീവിതത്തിൽ എന്തെല്ലാം ഭയങ്ങൾ നേരിടാൻ സാധ്യതയുണ്ടെങ്കിലും അതിലും അവൾക്ക് ഉറപ്പും ധൈര്യവും അവളുടെ പ്രാണപ്രിയനിൽ അവൾക്കുണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പണ്ട് ഒരു 2-3-4 ചെറുപ്പക്കാർ ഒരു പന്തയം വെച്ചു. ആ പന്തയം എന്നറിയാമോ? ആരൊരു രാത്രിയിൽ ഒറ്റയ്ക്കൊരു ശവക്കോട്ടയിൽ കിടക്കും. അപ്പോൾ കിടന്നാൽ ആ കിടക്കുന്നവന് പിറ്റേ ദിവസം ഒരു ഫുള്ള് തരും. ഒരു ഫുള്ള് എന്ന് പറഞ്ഞാൽ ഈ മദ്യക്കുപ്പിയുടെ കാര്യമാണ്, തരും. 4 പേരുണ്ടായിരുന്നു. 3 പേരും പറഞ്ഞു ഞങ്ങൾക്ക് 1 കുപ്പിയല്ല 10 കുപ്പി തരാമെന്ന് പറഞ്ഞാലും എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് ഒരു രാത്രി അവിടെ കിടക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഒരുത്തൻ പറഞ്ഞു ഞാൻ കിടക്കാം. പന്തയം എന്തുവാ? 1 കുപ്പി ഫുള്ള് തരും. ഓക്കെ. ഇവൻ അവിടെ കിടന്ന് നേരം വെളുപ്പിച്ച് കഴിഞ്ഞപ്പോൾ ഇവൻ്റെ കൂട്ടുകാരൊക്കെ പതുക്കെ അവരുടെ അടുക്കലേക്ക് വന്നു. സ്വീകരണം കുപ്പിയൊക്കെ ഉണ്ടോ? ഉണ്ട്. അതിൻ്റെ ഒരുത്തൻ ചോദിച്ചു, എന്നാലും നീ എങ്ങനാടാ ഒരു രാത്രി മുഴുവൻ ഒറ്റയ്ക്ക് ശവക്കോട്ടയെ കിടന്നത്? അവൻ്റെ മറുപടി, എടാ ഞാനിവിടെ ഒരു രാത്രി കിടന്നാൽ എനിക്ക് 1 കുപ്പി മദ്യം മേടിച്ച് തരണമെന്ന് നിങ്ങൾക്കറിയാമായിരുന്നത് കൊണ്ട് നിങ്ങൾ 3 പേരും ഇവിടെ എവിടെയോ പമ്മിയോ ഒക്കെ കാണുമെന്ന് എനിക്കറിയാമായിരുന്നു. കാരണം നിങ്ങളുടെ പൈസ അല്ലേ പോകുന്നത്, ഞാൻ കിടക്കുന്നത് ഉറപ്പ് വരുത്തണേ. അതുകൊണ്ട് നിങ്ങൾ ഇവിടെ കാണുമെന്ന് എനിക്കറിയാമായിരുന്നു. അതുകൊണ്ട് നീയൊക്കെ ഈ അടുത്തൊക്കെ ഉണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ സുഖമായിട്ട് ഇവിടെ അങ്ങിരുന്നത്. ഇത്രയേ ഉള്ളൂ ധൈര്യം, മിടുക്കന്മാരുടെ ധൈര്യം. ഞാൻ പേടിച്ചു പോയിട്ടുള്ള സംഭവം പെട്ടെന്നൊന്ന് പറയാം. പേടിച്ചു പോയതാണെന്നറിയാമോ? ഞാനൊരിക്കൽ ഒത്തിരി രാത്രിയായ ഒരു സമയം ഒരു ശവക്കോട്ട ക്രോസ് ചെയ്യുക, ഒരു കത്തോലിക്ക പള്ളിയുടെ ഇങ്ങനെ പോകണം വഴി. അപ്പം ഇങ്ങനെ ഒരു 10-30-40 സ്റ്റെപ്പ് കയറിയാൽ എനിക്ക് ക്രോസ് ചെയ്യാം. എനിക്ക് പോകേണ്ട വഴി ഇങ്ങനെ കറങ്ങി വരിക, ഇങ്ങനെ കയറാം. ഏകദേശം 9:45-10 മണിയായി. അപ്പം ഞാൻ കോളേജിൽ അങ്ങോട്ട് പഠിക്കുക, ധൈര്യമൊക്കെ സംഭരിച്ചു. ചുറുചുറുക്കോടെ ഞാൻ ഇങ്ങനെ പടി കയറുക. ഇടവും വല്ലതും നോക്കുന്നില്ല, ചീവീടിൻ്റെ ഒച്ചയൊക്കെ കേൾക്കുന്നുണ്ട്. ഇങ്ങനെ ഏതാണ്ടൊക്കെ ഒച്ചകൾ പേടി വരുമ്പോൾ ഒച്ച കൂടുമല്ലോ. അപ്പം നമ്മളിങ്ങനെ ബലം പിടിച്ചിങ്ങനെ കയറുക, സ്റ്റെപ്പ് വേഗത്തിൽ കയറുക പെട്ടെന്ന് കിടക്കാൻ. പക്ഷെ ഞാനിങ്ങനെ നടന്നങ്ങോട്ട് കയറി കണ്ണൊന്ന് തുറന്ന് ഇങ്ങനെ പെട്ടെന്ന് നോക്കിയപ്പോൾ എൻ്റെ ഇരട്ടി വലിപ്പമുള്ള വലിയൊരു രൂപം എൻ്റെ മുന്നിൽ നിൽക്കുക. ഞാൻ ഭയപ്പെട്ടു പോയി. ജീവിതത്തിൽ ഇന്ന് വരെ പിന്നെ അതുപോലെ ഞാൻ പേടിച്ചിട്ടില്ല. എൻ്റെ സകല നിയന്ത്രണവും വെട്ടി ഞാൻ വേർക്കാൻ തുടങ്ങി. തിരിച്ചോടാൻ പറ്റുമോ? മുന്നോട്ട് പോകാൻ പറ്റുമോ? വശങ്ങളിൽ നോക്കാൻ പോലും ധൈര്യമില്ല. പഴക്കങ്ങളുള്ള ശവക്കല്ലറകൾ നിരന്ന് നിൽക്കുക, തലയെടുപ്പോടെ നിൽക്കുക. വെട്ടമില്ലേലും അതിലൊക്കെ തിളക്കമുള്ളതായിട്ട് എനിക്ക് തോന്നുക. ആകെപ്പാടെ ഒരു വല്ലാത്ത അന്തരീക്ഷം. ഞാൻ നിയന്ത്രണം വെട്ടി വേർക്കുന്ന സമയം എന്ത് ചെയ്യണം എന്നറിയാതെ പകച്ചു നിൽക്കുമ്പോൾ ഞാൻ എൻ്റെ കൈ വെച്ച് എൻ്റെ നെറ്റി ഇങ്ങനെ തുടച്ചു. വേർപ്പൊഴുകുക. ഞാനിങ്ങനെ ഈ രൂപത്തെ നോക്കി ഇങ്ങനെ തുടച്ചപ്പോൾ ആ രൂപവും ഇങ്ങനെ കൈയെടുക്കുന്നതായിട്ട് എനിക്ക് തോന്നി. ചെറിയൊരാശ്വാസം. ഞാൻ പരീക്ഷിക്കാൻ തീരുമാനിച്ചു. എൻ്റെ ഇടത്തെ കൈയെടുത്ത് ഞാൻ ഇങ്ങനൊന്ന് കുടഞ്ഞു. ആ രൂപവും അതുപോലെ കുടഞ്ഞു. എനിക്ക് ആശ്വാസം വീണു. അന്നെൻ്റെ മനസ്സാശ്വസിച്ചതുപോലെ പിന്നെ ഒരിക്കലും ഇന്ന് വരെ ആശ്വസിച്ചിട്ടില്ല. ഈ ശവക്കോട്ടയായതുകൊണ്ട് ഈ പഞ്ചായത്ത് പുറകിൽ ഹൈമാക്സ് ലൈറ്റ് വെച്ചിരിക്കുക, പേടി വരാതിരിക്കാൻ ആൾക്കാർക്ക്. അപ്പം ഞാനിങ്ങനെ കയറുമ്പോൾ എൻ്റെ പുറകിൽ ഈ ഹൈമാക്സ് അടച്ച് എൻ്റെ ശരീരത്തെ 10 ഇരട്ടി വലിപ്പത്തിൽ മുന്നിൽ നിർത്തിയ നിഴൽ മാത്രമാണ്. ശവക്കോട്ടയിൽ കേവലം നിഴൽ കണ്ടപ്പോൾ പേടിച്ചു പോയവനാ ഞാൻ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഒറ്റയ്ക്കൊരു ശവക്കോട്ടയിൽ നിൽക്കുന്ന മഗ്ദല മറിയയുടെ ഉള്ളിൽ 1000 തീക്കുണ്ടങ്ങൾ കത്തുന്ന ഭയം അവളെ ഗ്രസിക്കുമെന്ന് 100% ഉറപ്പുണ്ടായിട്ടും പതറാതെ മഗ്ദല മറിയ അവിടെ നിന്നതിൻ്റെ ഏക കാരണം അവൾക്ക് ഏറ്റവും പ്രിയനായവനാ കല്ലറയിൽ കിടന്നത്. ഇന്ന് രാത്രിയിൽ ഒരു സാധാരണ വിശ്വാസിയെ പോലെ
ഈ കൺവെൻഷനെ സംബന്ധിച്ച് പ്രസംഗം കേട്ട് കൈയടിച്ച് എഴുന്നേറ്റ് പോകാനല്ല സഹോദര, സ്വർഗം നിന്നെ ഇവിടെ കൊണ്ടുവന്നത്. നിന്റെ വിശ്വാസ ജീവിതത്തിൽ ഇന്ന് രാത്രി ഒരു മുന്നേറ്റം ഉണ്ടാകട്ടെ, ഒരു കുതിപ്പുണ്ടാകട്ടെ. നഷ്ടപ്പെട്ട ചിലതിനെ മടക്കി കൊണ്ടുവരുവാൻ സ്വർഗം പദ്ധതിയിട്ടിരിക്കുന്ന ഈ രാത്രിയിൽ നിന്റെ ആത്മീക ജീവിതത്തിന് ഒരു കുതിപ്പ് കൂടി സമ്മാനിക്കുവാൻ സ്വർഗത്തിന് പദ്ധതിയുണ്ട്. ചേർന്നെല്ലാവരും കർത്താവിനൊന്ന് സ്തോത്രം ചെയ്താട്ടെ.